2020 ലോകകപ്പിൽ ഏറ്റവും ആവേശകരമായിട്ടുള്ള മത്സരമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. ക്ലാസിക് പോരാട്ടം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ. ഇന്ന് ഞാനുള്ളത് താനൂര് മുക്കോലയ്ക്ക് സമീപമുള്ള ഒരു കളിസ്ഥലത്താണ്. അവിടെ 2020ക്ക് സമാനമായ ആവേശത്തിൽ ടൂർണമെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിക്കറ്റ് ടൂർണമെൻറ്റ്. അപ്പോൾ കുറച്ച് പ്ലെയേഴ്സ് നമ്മളുടെ കൂടെ ചേരുന്നുണ്ട്. ഇന്ന് എൽ ക്ലാസിക്കോ മത്സരം എന്ന് സൂചിപ്പിക്കാവുന്ന ഒരു മത്സരം നടക്കാൻ പോവുകയാണ്, ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. എന്ത് പ്രതീക്ഷിക്കുന്നു? പ്രതീക്ഷിക്കുന്നത് മെയിനായിട്ട് ഇന്ത്യ ഒരു ഏകാധിപത്യമായിട്ടുള്ള ഒരു വിജയം തന്നെ ആയിരിക്കും. നിലവിലെ ഒരു സാഹചര്യം വെച്ചിട്ട് പാകിസ്ഥാൻ ടീം ഇന്ത്യക്ക് അത്ര വെല്ലുവിളി ഉയർത്തുന്നില്ല. പ്രത്യേകിച്ച് അവരെ ബൗളിംഗ് നിര മാത്രമായിരിക്കും ചെറിയ രീതിയിൽ ഇന്ത്യക്കൊരു ഡിഫിക്കൽറ്റി ഉണ്ടാകുക. ബാറ്റിംഗ് ഒക്കെ പറ്റ പോക്കാണ്. പ്രത്യേകിച്ച് സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ അവരുടെ മെയിൻ ബാറ്ററായിട്ടുള്ള ബാബർ അസം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും ഒരു നിലക്കും പോകില്ല. കിടിലൻ സ്പിന്നേഴ്സ് ഉണ്ട്. കിടിലൻ സ്പിന്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കളീൻ്റെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യ കാണിക്കുന്ന ബാറ്റിങ്ങിൽ കാണിക്കുന്ന അപ്രമാദിത്വമുണ്ട്. ആ അപ്രമാദിത്വത്തിന് മുന്നിൽ അവരൊന്നും ഒന്നും ഉണ്ടാവില്ല. തീർച്ചയായിട്ടും മുട്ടുമടക്കുന്നു മാത്രമല്ല വില പോകില്ലെന്നാണ് കാണുന്നത്. പിന്നെ ഇന്ത്യൻ ടീമിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നടക്കുന്ന ഒരു മത്സരം എന്ന് പറഞ്ഞാൽ പ്ലേയിങ് 11 എങ്ങനെയാണെന്ന്. അപ്പോൾ നമ്മൾ കേരളീയരെല്ലാവരും ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് സഞ്ജു സാംസൺ വരണം. പക്ഷേ യാഥാർത്ഥ്യം ഇന്ന് അഭിഷേക് ശർമ്മ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇഷാൻ കിഷൻ അഭിഷേക് ശർമ്മ തന്നെ ആയിരിക്കും വരും. സ്പിന്നർമാരൊക്കെ അഭിഷേകിനെ സംബന്ധിച്ച് എടുത്തു വിടുന്ന സാഹചര്യമാണ് കാണാറുള്ളത്. മൂപ്പരെ സംബന്ധിച്ചിടത്തോളം ബൗളേഴ്സ് ഒരു പ്രശ്നമല്ല, ആ സ്പിന്നാണോ ബേഴ്സാണോ എന്നൊന്നും പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പക്ഷേ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് റിങ്കു സിംഗ് മാറിയിട്ട് വാഷിംഗ്ടൺ സുന്ദറായിരിക്കും വരിക. കാരണം ബാറ്റിങ്ങിലും ബൗളിങ്ങിലും അദ്ദേഹത്തിൻ്റെ ഒരു മികവുണ്ട്. സ്പിന്നിന് അനുകൂലിക്കുന്ന പിച്ചാണ്. പാകിസ്ഥാൻ ഒരു വരെയായിട്ട് ഇനി അത്ഭുതങ്ങൾ സംഭവിച്ച ക്രിക്കറ്റാണ്, കളിയാണ്. ഇനിവ എന്തെങ്കിലും അത്ഭുതങ്ങൾ ഉണ്ടെങ്കിൽ അവർ ജയിക്കുമെന്നല്ലാതെ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം വെച്ചിട്ട് ഒരു സാധ്യതയും കാണില്ല. പ്രത്യേകിച്ച് അവരുടെ ബാറ്റ്സ്മാൻമാർ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കുന്ന ടെസ്റ്റ് മോഡലാണ്. പ്രത്യേകിച്ച് അവരെ വിരാട് കോഹ്ലിനായിട്ടൊക്കെ താരതമ്യം ചെയ്യുന്ന പ്ലെയർ ബാബർ അസമൊക്കെ നിലവിലെ സാഹചര്യം ഇപ്പോൾ ഓസ്ട്രേലിയൻ പ്രീമിയർ ലീഗിൽ ബിഗ് ബാസിലൊക്കെ പോയിട്ട് നാണം കിട്ടു വന്നതൊക്കെ നമ്മൾ കണ്ടാണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയൊരു എതിർപ്പൊന്നും ഞാൻ പറഞ്ഞ പോലെ വല്ല മഴ കളിച്ചോ അല്ലെങ്കിൽ സാഹചര്യങ്ങൾ പെട്ടെന്ന് സഡൻലി ചേഞ്ച് ആയോ ക്രിക്കറ്റ് ആയതുകൊണ്ടുള്ള അല്ലാതെ ഒരു 99% ഇന്ത്യക്ക് മാരകമായിട്ടുള്ള വിജയമായിരിക്കും ഉണ്ടായിരിക്കുക. എന്ത് പ്രതീക്ഷിക്കുന്നു? ഉസ്മാൻ താരിഖിനെ പഞ്ഞിക്കിടന്ന് കാണാൻ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. അതിൽ അഭിഷേക് ശർമ്മ എടുത്ത് അലക്കണ ഞങ്ങൾ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പിന്നെ 5 സ്പിന്നേഴ്സിനെ വെച്ച് കളിക്കാനാണ് ചാൻസ് കൂടുതൽ പാകിസ്ഥാന്. അപ്പോൾ അവർക്ക് കൂടുതൽ ഓഫ് സ്പിന്നേഴ്സാണ് കൂടുതലുള്ളത്. അപ്പോൾ ഇഷാൻ കിഷാന് പകരം സഞ്ജു കളിക്കണതാവും ഏറ്റവും നല്ലത്. ഈ മഴ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ മാറിപ്പോവും അല്ലേ? നമുക്ക് നല്ലൊരു മാച്ചിനായിട്ട് മഴ വരില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്ത് തോന്നുന്നു? എന്തായാലും 100% ഇന്ന് വിജയം ഇന്ത്യൻ്റെ ഭാഗത്തായിരിക്കും. ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കണു സഞ്ജു സാംസൺ ഇന്ന് കളിക്കണമെന്നാണ്. ആ ആഗ്രഹം നിറവേറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഏകാധിപത്യമായി ഇന്ത്യ ഇന്ന് വിൻ ചെയ്യും, തീർച്ചയായിട്ടും. എന്തായാലും പൂർണ്ണാധിപത്യത്തിൽ ഇന്ത്യക്ക് വിജയം നേടുമെന്നുള്ളത് തന്നെയാണ് എല്ലാ കായിക പ്രേമികളും ആശംസിക്കുന്നതും പ്രതീക്ഷിക്കുന്നതും. വീഡിയോ ജേർണലിസ്റ്റ് നജീബിനൊപ്പം വി സോണകൃഷ്ണ, റിപ്പോർട്ടർ, തിരൂർ.